നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റിങ്ങിന്റെ റോളാണ്. റോൾ ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് നടന്നു പോകാനായിട്ട് ഏറ്റവും കൂടുതൽ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത്. മാർക്കറ്റിംഗ് എപ്പോഴും ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടാനായിട്ട് സഹായിക്കുന്നു. അതായത് നല്ല പ്രോഡക്ട്സുകൾ കണ്ടെത്തുക, നല്ല സർവീസുകൾ കണ്ടെത്തുക, അതുവഴി അവരുടെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതൊക്കെ. മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ റോൾ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റോൾ ഇൻ എ ഫേം. ഒരു ഫേമിൽ എന്താണ് മാർക്കറ്റിംഗിന്റെ റോൾ? മാർക്കറ്റിംഗ് ഹെൽപ്സ് ഇൻ ഫോക്കസിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓൺ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കസ്റ്റമേഴ്സ്. എന്താണ് കസ്റ്റമേഴ്സിന്റെ നീഡ്സും വാണ്ട്സും അറിഞ്ഞ് പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത് മാർക്കറ്റിംഗ് ആണ്. ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ആ ഫേം ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് തന്റെ കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. സോ ഇന്നത്തെ കാലത്തെ മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി കസ്റ്റമർ ഓറിയന്റഡ് ആണ്. ഇന്ന് എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവരെ നിലനിർത്തണം. ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് നിന്ന് പോകാൻ പാടില്ല. ഓരോ കസ്റ്റമർ ആയിട്ട് മറ്റു കസ്റ്റമേഴ്സിനെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ള രീതിയിലാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. മാർക്കറ്റിംഗ് ആസ് എ ബിസിനസ് ഫിലോസഫി ഹെൽപ്സ് ഇൻ സർവിംഗ് കസ്റ്റമേഴ്സ് ബൈ സാറ്റിസ്ഫൈങ് ദെയർ നീഡ്സ്. എങ്ങനെയാണ് മാർക്കറ്റിംഗ് ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ സെർവ് ചെയ്തുകൊണ്ട്, അവരുടെ നീഡ്സിനെ വാണ്ട്സിനെ മനസ്സിലാക്കി നല്ല രീതിയിൽ സെർവ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റിംഗ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. So a satisfied customer is the most valuable asset of any firm. ഏതൊരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമർ ആണ് അവരുടെ അസറ്റ്. സോ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഓരോ ഫേമിലും വഹിക്കുന്നത്. ഒരു എക്കണോമിയിൽ എന്താണ് മാർക്കറ്റിംഗിന്റെ റോള്? മാർക്കറ്റിംഗ് ഒരു എക്കണോമി ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോള് ക്യാരി ഓൺ ചെയ്യുന്നുണ്ട്. അതായത് എക്കണോമിക് ഡെവലപ്മെന്റിൽ നമ്മുടെ രാജ്യത്ത് മാർക്കറ്റിംഗ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ബിക്കോസ് എല്ലാ ആളുകളുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടാനായിട്ട് മാർക്കറ്റിംഗ് സഹായിക്കുന്നു. മാർക്കറ്റിംഗ് എപ്പോഴും ആളുകളെ നല്ല രീതിയിൽ അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ സഹായിക്കുന്നു. ലൈക്ക് they can inspire people to take up projects of production of goods that are needed by customers. എപ്പോഴും കസ്റ്റമേഴ്സിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നു. ആ രീതിയിൽ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ മനുഷ്യന്മാരെ ഇൻസ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു എക്കണോമിയിൽ അവർ കൂടുതൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവും. അങ്ങനെ ഇൻവോൾവ് ആവുമ്പോൾ വളരെ നല്ല രീതിയിൽ എക്കണോമിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. Right type of products availability in right places, right price and the proper distribution system. ഒരു എക്കണോമിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ല പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃത്യം വിലയ്ക്ക് നല്ല ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കൊടുക്കുക എന്നുള്ളത്. സോ ഇതെല്ലാം ഏത് രീതിയിലാണ് നടക്കുന്നത്? നല്ല രീതിയിൽ മാർക്കറ്റിംഗ് നടക്കുമ്പം ഇതെല്ലാം പോസിബിൾ ആവുന്നത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കൂടെയാണ്. സോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എക്കണോമി മുന്നോട്ട് പോകാനുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എപ്പോഴും ഒരു രാജ്യത്തിന്റെ നാഷണൽ ഇൻകം കൂട്ടാനും കൺസംഷനും പ്രൊഡക്ഷനും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ കൂട്ടാൻ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇനി എന്താ മാർക്കറ്റിംഗ് മിക്സ്? മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമർ ഓറിയന്റഡ് ആണെന്ന് നമ്മൾ പഠിച്ചു. എല്ലാ മാർക്കറ്റേഴ്സും അവരുടെ എക്സ്പെക്ടേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് നോക്കുന്നതെന്നും നമുക്കറിയാം. സോ ഒത്തിരി മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് പല രീതിയിലുള്ള ആക്ടിവിറ്റീസിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ടു ടൈപ്സ്. കൺട്രോളബിൾ ഫാക്ടേഴ്സ് ഉണ്ട്, അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ഉണ്ട്. കൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. അത് നമ്മുടെ ഓർഗനൈസേഷൻ ഉള്ളിലുള്ളവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ലൈക്ക് പ്രോഡക്ട്സ്, പ്രൈസ്, പ്രമോഷൻ, പ്ലേസ് എന്നിവ 4 ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് കൺട്രോളബിൾ ഫാക്ടേഴ്സിന്. അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്റ്റേണൽ ആണ്. അത് ഒരു ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിനെ 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. കസ്റ്റമറിന്റെ ബിഹേവിയേഴ്സ്, കോമ്പറ്റീറ്റേഴ്സിന്റെ ബിഹേവിയർ, ട്രേഡേഴ്സിന്റെ ബിഹേവിയർ, ഗവൺമെന്റിന്റെ ബിഹേവിയർ.
സോ ഇതിന്റെ എല്ലാ കൺട്രോളബിൾ ഫാക്ടേഴ്സിന്റെ ഹാർമണിയിലുള്ള അതിന്റെ ഒരു ബ്ലെൻഡ് ആണ് നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. എന്താണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഫിലിപ്പ് കോട്ട്ലറിന്റെ മാർക്കറ്റിംഗ് മിക്സിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ: മാർക്കറ്റിംഗ് മിക്സ് is a set of marketing tools that the firm uses to pursue its marketing objectives in the target market. സോ ഒരു ഡെഫിനിഷൻ ഉറപ്പായിട്ട് നിങ്ങൾ നോക്കി വെക്കുക. എന്താണ് മാർക്കറ്റിംഗ് മിക്സിന്റെ സിഗ്നിഫിക്കൻസ്? മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് ബിസിനസ്സും കസ്റ്റമേഴ്സും തമ്മിലുള്ള ലിങ്ക് ആണ്. മാർക്കറ്റിംഗ് മിക്സ് എപ്പോഴും സെയിൽസും പ്രോഫിറ്റും കൂട്ടാനായിട്ട് സഹായിക്കും. മാർക്കറ്റിംഗ് മിക്സ് എപ്പോഴും മാർക്കറ്റിംഗിലെ എല്ലാ എലമെന്റ്സിനും ഈക്വൽ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നു. മാർക്കറ്റിംഗ് മിക്സ് പ്രോപ്പർ ആയിട്ടുള്ള ഇന്റഗ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എൻഷുർ ചെയ്യുന്നു. മാർക്കറ്റിംഗ് മിക്സ് എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇനി എന്തൊക്കെയാണ് കമ്പോണൻസ് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിംഗ് മിക്സ് may be explained as total marketing program of the business. എല്ലാ ബിസിനസ്സും ഒപ്റ്റിമം മാർക്കറ്റിംഗ് മിക്സിലായിരിക്കണം അവരുടെ ഗോൾസും ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യേണ്ടത്. അപ്പം മാർക്കറ്റിംഗ് മിക്സ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റിന്റെ മിക്സ്, പ്രൈസിന്റെ മിക്സ്, പ്ലേസിന്റെ മിക്സ്, പ്രൊമോഷന്റെ മിക്സ്. അതാണ് 4 കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തേതാണ് പ്രൊഡക്റ്റ് മിക്സ്. പ്രൊഡക്റ്റ് മീൻസ് എന്താണ്? ഗുഡ്സ് ഓർ സർവീസസ്. എന്തായാലും ഒരു വാല്യൂവിന് മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യുന്നതിനെയാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് മീൻസ് ഗുഡ്സ് ഓർ സർവീസസ്, എനിത്തിങ് ഫോർ വാല്യൂ. ടേം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബണ്ടിൽ ഓഫ് യൂട്ടിലിറ്റീസ് ആണ്. അതായത് ഫിസിക്കൽ ആയിട്ടുള്ള ഗുഡ്സ്, സർവീസസ്, പ്ലേസസ്, ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസ്, ഇതൊക്കെ പ്രോഡക്റ്റ് മിക്സ് ആണെന്ന് പറയാം. എന്ത് മാർക്കറ്റിന് ഓഫർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാർക്കറ്റിന്റെ വാണ്ട്സിനെയും നീഡ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന എന്തിനേയും പ്രോഡക്റ്റ് എന്ന് നമുക്ക് പറയാം. പ്രോഡക്റ്റ് ആണ് വൺ ഓഫ് ദി മോസ്റ്റ് വിസിബിൾ കമ്പോണൻസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സ് പ്രോഡക്റ്റ് refers to planning, developing and producing right type of products and services. മാർക്കറ്റിംഗ് മിക്സിൽ പ്രോഡക്റ്റ് റെഫർ ചെയ്യുന്നത് എന്താണോ നമ്മൾ കൊടുക്കേണ്ടത് അത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, നല്ല ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് കൊടുക്കുക. ദാറ്റ് ഇൻവോൾവ്സ് ഡിസിഷൻസ് ലൈക്ക് ക്വാളിറ്റിനെ കുറിച്ച്, സൈസിനെ കുറിച്ച്, ഡിസൈനെ കുറിച്ച്, പാക്കിങ്ങിനെ കുറിച്ച്, കളർ, ബ്രാൻഡ്, ലേബൽ, പാക്കേജസ്, ഇതിനെ കുറിച്ചൊക്കെ. The whole range of products offered by a firm is called product mix. The whole range of products, എല്ലാ റേഞ്ച് ഓഫ് പ്രോഡക്ട്സും ഒരു ഫേമിന് മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന എല്ലാ റേഞ്ച് ഓഫ് പ്രോഡക്ട്സിനെയും ഇൻവോൾവ് ചെയ്തിരിക്കുന്നതാണ് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് പ്രൈസ് മിക്സ്. പ്രൈസ് എന്താ? നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വാല്യൂവിലായിരിക്കും. ആ വാല്യൂവിനാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഇൻ ടേംസ് ഓഫ് മണിയാണ് നമ്മൾ അവിടെ സാധനങ്ങൾ ക്യാരി ഓൺ ചെയ്യുന്നത്. വിത്തൗട്ട് പ്രൈസ് അവിടെ ഒരു മാർക്കറ്റിംഗും നടക്കത്തില്ല. ഈ മാർക്കറ്റിംഗ് എല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പണം ക്യാരി ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പ്രൈസ് എന്ന് പറയുന്നത് ബയർക്കും സെല്ലർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ്. ദ വേരിയബിൾസ് യൂഷ്വലി ഇൻവോൾവ് ഇൻ പ്രൈസ് മിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൈസ് മിക്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള വേരിയബിൾസ്: ഒന്ന്, കറക്റ്റ് ആയിട്ടുള്ള പ്രൈസ് കണ്ടെത്തുക, പ്രൈസിംഗ് പോളിസീസും സ്ട്രാറ്റജീസും കൺസിഡർ ചെയ്യുക, ഡിസ്കൗണ്ട്സും റിബേറ്റ്സും ലെവൽസ് ഓഫ് മാർജിൻസും നോക്കുക, ദെൻ ടേംസ് ഓഫ് ഡെലിവറി ചെയ്യുക, ദെൻ ക്രെഡിറ്റ് പോളിസി ക്യാരി ഓൺ ചെയ്യുക. തേർഡ് മിക്സ് ആണ് പ്ലേസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മിക്സ്. പ്ലേസ് ഓർ പ്രൊമോഷൻ മിക്സ് എന്നൊക്കെ നമുക്ക് പറയാം. എല്ലാ ആക്ടിവിറ്റീസും ഓരോ ഓണർഷിപ്പിന്റെ അല്ലെങ്കിൽ ഫിസിക്കൽ പൊസിഷൻ, പ്രോഡക്റ്റിന്റെ ഫിസിക്കൽ പൊസിഷൻ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് പ്ലേസ് ഓർ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മിക്സ് എന്ന് പറയാൻ പറ്റും. It is the purpose is to make the product or service available to customers at the right time at the right place. കൃത്യമായ സമയത്ത്
കൃത്യമായ സ്ഥലത്ത് വെച്ച് പ്രോഡക്റ്റ് പാസ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇത് ടൈം പ്ലേസ് യൂട്ടിലിറ്റിനെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ മിക്സിനകത്ത് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് those activities which are involved in moving products or services from manufacturers to customers. മാനുഫാക്ചേഴ്സിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നതിനാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റൂട്ട്സ് ആണ്. പ്രൊഡ്യൂസറിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് പോകുന്ന റൂട്ട്സിനെയാണ് ചാനൽസ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കസ്റ്റമറിന് കൺവീനിയന്റ് ആക്കി കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്ലേസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ മിക്സ് ആണ്. ഓക്കെ, ഇനി ഫോർത്ത് വൺ പ്രൊമോഷൻ മിക്സ് ആണ്. പ്രൊമോഷൻ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷൻ ഡീൽസ് വിത്ത് ഇൻഫോമിംഗ് ആൻഡ് പെർസ്യൂഡിംഗ് ദ കസ്റ്റമേഴ്സ് അബൌട്ട് ദ ഫേംസ് പ്രോഡക്റ്റ്. ഒരു ഫേം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചു, ആ പ്രോഡക്റ്റിനെ കുറിച്ച് കസ്റ്റമർ അറിയണം, അതിനാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. പ്രൊമോഷൻ മിക്സ് ഇൻക്ലൂഡ്സ് കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ് ലൈക്ക് അണ്ടർടേക്കൺ ഇൻ ടു അഡ്വർടൈസ്മെന്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതുപോലെ പ്രോപ്പറായിട്ട് കസ്റ്റമേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അറിയിക്കുകയാണ് ഏത് രീതിയിലാണ് ഇത് ക്യാരി ഓൺ ചെയ്യേണ്ടതെന്നുള്ളത്. പ്രൊമോഷൻ മിക്സ് ഇൻവോൾവ്സ് ഡിസിഷൻസ് അബൌട്ട് അഡ്വർടൈസിംഗ്, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് അതർ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ്. Thus, the promotion efforts are directed at informing potential customers about the right products is available at the right place at the right price. പ്രൊമോഷനിന്റെ എഫേർട്ട് ഇടുന്നത് കറക്റ്റായിട്ട് നമ്മുടെ കസ്റ്റമർ ആവാൻ സാധ്യതയുള്ള വ്യക്തികളെ പ്രോപ്പറായിട്ട് കണ്ടെത്തി അത് റൈറ്റ് പ്രൊഡക്ട്സിൽ റൈറ്റ് പ്ലേസിൽ റൈറ്റ് പ്രൈസിൽ കൊടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. സോ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. കസ്റ്റമേഴ്സിന് അവരുടെ നീഡ്സ് അറിയാൻ, ടേസ്റ്റ് അറിയാൻ, പ്രിഫറൻസുകൾ അറിയാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളായിട്ട് മാർക്കറ്റിംഗ് മിക്സ് യൂസ് ചെയ്യാം. അതെ, മാർക്കറ്റിംഗ് മിക്സിന്റെ കാര്യത്തിൽ കോമ്പറ്റീഷൻസ് വരാറുണ്ട്. പല രീതിയിലും സൊസൈറ്റിയുടെ ഡിമാൻഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്തേ പറ്റത്തുള്ളൂ. എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു ഫേംസിന് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്? നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുക, നല്ല രീതിയിൽ മാർക്കറ്റ് ഷെയർ എടുക്കുക, നല്ല രീതിയിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുക, സെയിൽസ് വോളിയം കൂട്ടുക, അങ്ങനെയൊക്കെ അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഡക്റ്റിനെ കുറിച്ച്. പ്രോഡക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാർക്കറ്റിൽ. ഗുഡ് പ്രോഡക്ട്സ് ആണ് മാർക്കറ്റിന്റെ സക്സസ് എന്ന് പറയുന്നത്. എന്തും യൂട്ടിലിറ്റി പ്രോസസ് ചെയ്യുന്ന എന്തും നമുക്ക് ഗുഡ്സ് എന്ന് പറയും. നമുക്കൊരു ഉപയോഗം ഉണ്ടായിരിക്കണം. എ പ്രോഡക്റ്റ് ഇസ് ബോത്ത് വാട്ട് എ സെല്ലർ ഹാസ് ടു സെൽ, വാട്ട് എ ബയർ ഹാസ് ടു ബൈ അല്ലേ. പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് ഒരു സെല്ലർക്ക് വിൽക്കാൻ താല്പര്യമുള്ള സാധനവും ബയർക്ക് വാങ്ങാൻ താല്പര്യമുള്ള സാധനവും. പ്രോഡക്റ്റ് ആണ് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള ഐറ്റവും. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബണ്ടിൽ ഓഫ് യൂട്ടിലിറ്റീസ് ആണ്. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ, ഫങ്ഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ. പ്രോഡക്റ്റിനകത്ത് ഫിസിക്കൽ ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ടാവാം, സർവീസസ് ഉണ്ടാവാം, പ്ലേസസ് ഉണ്ടാവാം, ഓർഗനൈസേഷൻസ് ഉണ്ടാവാം, ഐഡിയാസ് ഉണ്ടാവാം. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്ട്സ് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ട് രീതിയിലാണ്: കൺസ്യൂമർ പ്രോഡക്ട്സും ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സും. കൺസ്യൂമർ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ പേഴ്സണൽ യൂസിനും അവരുടെ ഫാമിലി യൂസിനും വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സിനാണ് കൺസ്യൂമർ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോപ്പും എഡിബിൾ ആയിട്ടുള്ള ഓയിലും ടൂത്ത് പേസ്റ്റ്, ഫാന്, ഇതൊക്കെ നമുക്ക് കൺസ്യൂമർ പ്രോഡക്ട്സ് എന്ന് പറയാം. കൺസ്യൂമർ പ്രോഡക്ട്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഷോപ്പിംഗ് ബേസിസിലും ഡ്യൂറബിലിറ്റി ബേസിസിലാണ്. ഷോപ്പിംഗ് ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ആൻഡ് എഫേർട്ട് വെച്ചിട്ട് ബയേഴ്സ് ആർ വില്ലിംഗ് ടു സ്പെൻഡ് in the purchase of a product. We can classify consumer product into 3 categories എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷോപ്പിംഗ് ബേസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം ആൻഡ് എഫേർട്ട് വെച്ചിട്ട് ബയേഴ്സ് അത് വാങ്ങിക്കാൻ റെഡിയാണ്, ഒരു സാധനം സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്, ഒരു പ്രോഡക്റ്റ് സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്, ഷോപ്പിംഗ് ബേസിസ് എന്ന് പറയും. അപ്പം ഇതില് പ്രോഡക്ട്സിൽ കൺസ്യൂമബിൾ പ്രോഡക്ട്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. കൺസ്യൂമബിൾ പ്രോഡക്ട്സിൽ വീണ്ടും കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് കൺവീനിയന്റ് പ്രോഡക്റ്റ്. കൺവീനിയന്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന, മിനിമം എഫേർട്ടിൽ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ, പേഴ്സണൽ കൺവീനിയൻസിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ ന്യൂസ് പേപ്പേഴ്സ്, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ടീ, ഇതെല്ലാം കൺവീനിയൻസ് പ്രോഡക്ട്സ് ആണ്. എന്തൊക്കെയാ ഈ കൺവീനിയൻസ് പ്രോഡക്ട്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്?
കൺവീനിയന്റ് ലൊക്കേഷനിൽ ഏറ്റവും ലീസ്റ്റ് എഫേർട്ടിൽ ലീസ്റ്റ് ടൈമിൽ വാങ്ങുന്നതായിരിക്കും. ഇതിന് കണ്ടിന്യൂസ് ആയിട്ടും റെഗുലർ ആയിട്ടും ഡിമാൻഡ് ഉള്ള എസെൻഷ്യൽ ഗുഡ്സ് ആയിരിക്കും. These products have small units of purchase and low price. ചെറിയ യൂണിറ്റിൽ ചെറിയ പ്രൈസിൽ നമ്മൾ വാങ്ങുന്നതായിരിക്കും. ഇതിനൊരു സ്റ്റാൻഡേർഡ് പ്രൈസ് ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും. ഹെവി അഡ്വർടൈസ്മെന്റ് ആവശ്യമായിട്ട് വരും. സെയിൽസ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻസെന്റീവ്സ് എപ്പോഴും ഇത്തരത്തിലുള്ള പ്രോഡക്ട്സിന് ആവശ്യമായിട്ട് വരും. ഇനി ഷോപ്പിംഗ് പ്രോഡക്ട്സ് എന്താണ്? കമ്പാരിറ്റീവ് അനാലിസിസ് നടത്തി പ്രൈസും വാറണ്ടിയും ഒക്കെ നോക്കി നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് ഷോപ്പിംഗ് പ്രോഡക്ട്സ്. ബിക്കോസ് ഫർണിച്ചർ നമ്മൾ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് പോയി വാങ്ങിക്കത്തില്ല. നമ്മൾ നോക്കും ഇതിനാണോ അതിനാണോ വില കുറവ്. ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ നോക്കും, TV വാങ്ങിക്കുമ്പോൾ നോക്കും, വാഷിംഗ് മെഷീൻ, സ്കൂട്ടർ വാങ്ങുമ്പോൾ, കാർ വാങ്ങുമ്പോഴൊക്കെ നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. ഇതിനാണ് ഷോപ്പിംഗ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇത് ഡ്യൂറബിൾ ആയിരിക്കും. അതിന്റെ നേച്ചർ ഡ്യൂറബിൾ ആണ്. യൂണിറ്റ് പ്രൈസ് അതുപോലെ തന്നെ പ്രോഫിറ്റ് മാർജിൻ എന്നൊക്കെ ഉള്ളത് ജനറലി ഹൈ ആയിരിക്കും. ഇത്തരത്തിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ പ്രീ പ്ലാൻ ചെയ്തായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. റീറ്റെയിലേഴ്സ് ജനറലി പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഇങ്ങനെയുള്ള ഷോപ്പിംഗ് പ്രൊഡക്ട്സുകൾ ചെയ്യാനായിട്ട് റീറ്റെയിലേഴ്സിന് ഒരു റോൾ ഉണ്ട്. ബിക്കോസ് അവരുടെ പ്രോഫിറ്റ് മാർജിൻ ഒക്കെ നോക്കിയായിരിക്കും അവർ പ്രോഡക്ട്സ് വിൽക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ഹോൾസെയിലേഴ്സിന്റെ അടുത്ത് പോയിട്ടല്ലല്ലോ ഫർണിച്ചർ വാങ്ങിക്കാമല്ലോ. വളരെ കുറവാണ് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത്. TV വാങ്ങിക്കുമ്പോൾ നമ്മൾ ഹോൾസെയിലേഴ്സിന്റെ അടുത്ത് പോയി വാങ്ങിക്കണമെന്നില്ല. അത് വാങ്ങിച്ച് വിൽക്കാൻ വെച്ചിരിക്കുന്ന റീറ്റെയിലേഴ്സിന്റെ അടുത്ത് പോയിട്ടായിരിക്കും നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. നെക്സ്റ്റ് ആണ് സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ്. സ്പെഷ്യൽ എഫേർട്സ് കൊടുത്ത് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് ആണ് സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സ് ആർ അവെയർ ഓഫ് ദ പ്രോഡക്ട്സ് they want, they are willing to make special efforts to purchase it. അപ്പം അവർ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കും. ഇതിനെക്കുറിച്ച് പഠിച്ച് സ്പെഷ്യൽ എഫേർട്സ് ഇട്ടായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തേതാണ് റെയർ കളക്ഷൻ ഓഫ് ആർട്ട് വർക്ക്സ്, ആൻറ്റിക്സ്, ഇതൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് സലൂണിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത്, ഇങ്ങനെയൊക്കെ. ഇപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ഡിമാൻഡ് ശരിക്കും റിയലിസ്റ്റിക്കലി കുറവായിരിക്കും. പ്രൈസ് വളരെ കൂടുതലുമായിരിക്കും. ബിക്കോസ് എപ്പോഴും നമ്മൾ ഇത് പോയി ചെയ്യത്തില്ല. ഇത് സ്പെസിഫിക് പ്ലേസസിലായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ അഗ്രസീവ് ആയിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ മെത്തേഡ്സ് ആർ ടു ബി അഡോപ്റ്റഡ് ടു ഇൻഫോം അബൌട്ട് ദെയർ അവൈലബിലിറ്റി ഫീച്ചേഴ്സ്. ഇതിനെക്കുറിച്ചുള്ള അവൈലബിലിറ്റി അറിയാനായിട്ട് നല്ല അഗ്രസീവ് ആയിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ആവശ്യമായിട്ട് വരും. ആഫ്റ്റർ സെയിൽ സർവീസ് മിക്ക സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സിനും വേണ്ടതായിട്ട് വരും. ഇനി ഡ്യൂറബിലിറ്റിയുടെ ബേസിസിൽ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഡ്യൂറബിൾ പ്രോഡക്ട്സ്. ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ലോങ്ങർ പീരീഡിൽ പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹൈ പ്രോഫിറ്റ് മാർജിൻ ഉള്ളതാണ്. ലൈക്ക് നല്ല പേഴ്സണൽ സെല്ലിംഗ് എഫേർട്സ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ വിറ്റുപോകാൻ പറ്റത്തുള്ളൂ. ഇതിന് നല്ല രീതിയിലുള്ള ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഒത്തിരി ഫ്രീക്വന്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണമെന്നില്ല. TV, കാറൊക്കെ നമ്മൾ എപ്പോഴും വാങ്ങിക്കത്തില്ലല്ലോ. ഇതൊക്കെ ഡ്യൂറബിൾ ബേസിസിലുള്ള ഗുഡ്സ് ആണ്, ഡ്യൂറബിൾ പ്രോഡക്റ്റ് ആണ്. നെക്സ്റ്റ് ആണ് നോൺ ഡ്യൂറബിൾ പ്രോഡക്റ്റ്. നോൺ ഡ്യൂറബിൾ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട് പീരീഡ് ഓഫ് ലൈഫ് ഉള്ള, അത് കൺസ്യൂം ചെയ്യുമ്പം അത് എക്സോസ്റ്റ് ആയി അത് ഫ്രീക്വന്റ് ആയിട്ട് തീരും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് വാങ്ങിക്കും. വളരെ സ്മോൾ മാർജിൻ ഉള്ള, എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള, ഈസി ആയിട്ട് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന, വളരെ ഫ്രീക്വന്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇപ്പൊ സോപ്പ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചാൽ അത് കൺസ്യൂം ചെയ്താൽ അപ്പം തീർന്നു പോകത്തില്ലേ? ഇതൊക്കെ നോൺ ഡ്യൂറബിൾ പ്രോഡക്ട്സ് ആണ്. ഇനി തേർഡ് സർവീസസിനെ കുറിച്ചാണ് പറയുന്നത്. സർവീസസ് എന്ന് പറയുമ്പോൾ അത് ഇൻടാഞ്ചിബിൾ ആയിരിക്കും, നമുക്ക് കാണാൻ പറ്റത്തില്ല. സർവീസസ് ഫിസിക്കൽ ഫോം അതിനില്ല, പക്ഷെ അതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് പല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യും. ഇപ്പൊ നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്യുന്നത്, ഡോക്ടർ തരുന്നൊരു സർവീസസ്, അല്ലെങ്കിൽ ലോയർ തരുന്നൊരു സർവീസസ്, പോസ്റ്റൽ സർവീസസ്, ഇതൊക്കെ സർവീസസിന്റെ നേച്ചർ പറയുമ്പോഴത്തേക്കും ഇൻടാഞ്ചിബിൾ നേച്ചർ ആയിരിക്കും. സർവീസസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തില്ല, പെരിഷബിൾ ആണ്, ഹൈലി വേരിയബിളും ആയിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിനെ കുറിച്ചാണ്. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്
പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് അതർ പ്രൊഡക്ട്സ്, മറ്റുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ദേ ആർ ദ ഇൻപുട്സ് ഇൻ ദ പ്രൊഡക്ഷൻ. ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള പ്രൊഡക്ഷനിലെ ഇൻപുട്സുകളായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ടൂൾസ്, എൻജിൻസ്, മെഷീനറി, ഇവയൊക്കെ. ഇതിൽ റോ മെറ്റീരിയൽസ് അല്ലേ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറ്റുന്നത്. റോ മെറ്റീരിയൽസ് ആർ ഡിവൈഡഡ് ഇൻറ്റു ടു. ഫാം പ്രോഡക്റ്റ് ഉണ്ട്, നാച്ചുറൽ പ്രോഡക്റ്റ് ഉണ്ട്. ഫാം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വീറ്റ്, കോട്ടൺ, ലൈവ് സ്റ്റോക്ക്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ. നാച്ചുറൽ പ്രോഡക്ട്സ് പറയുമ്പോഴത്തേക്കും ഫിഷ്, അയൺ ഓർ, ക്രൂഡ്, പെട്രോളിയം, ഇവയൊക്കെ കൈൻഡ് ഓഫ് നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. ഇതെല്ലാം റോ മെറ്റീരിയൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ ഫിനിഷ്ഡ് പ്രൊഡക്ട്സിന്റെ ഭാഗമായിട്ട് വരുന്നില്ലെങ്കിലും പല രീതിയിൽ മാനുഫാക്ചറിനെ ഹെൽപ്പ് ചെയ്യുന്ന നട്ട്സ്, ബോൾസ്, ലൂബ്രിക്കന്റ് ഓയിൽ, ഇതൊക്കെ ഇത്തരത്തിന്റെ ഭാഗമാണ്. പിന്നെ ഇൻസ്റ്റലേഷൻസ്, ഹെവി മെഷീനറി, ഫാക്ടറി സൈറ്റ്സിൽ, ട്രക്സുകൾ, ഇതിനൊക്കെ ഹൈ ക്യാപിറ്റൽ വാല്യൂ ഉള്ള ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇൻസ്റ്റലേഷന്റെ ഭാഗമായിട്ട് പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അക്സസറി എക്വിപ്മെന്റ്, സ്മോൾ ലേറ്റ്സ്, പോർട്ടബിൾ ഡ്രിൽസ്, അതർ ഐറ്റംസ്, ഇതൊക്കെ നമുക്ക് അതിന്റെ ഭാഗമായിട്ട്, ഈ പ്രോഡക്റ്റിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഫാബ്രിക്കേറ്റഡ് പാർട്സ് ഉണ്ട്. ഫാബ്രിക്കേറ്റഡ് പാർട്സ് എന്ന് പറഞ്ഞാൽ പ്രീ പ്രൊഡ്യൂസ്ഡ് ഐറ്റംസ് ആണ്. ഒരു ഫിനിഷ്ഡ് പ്രൊഡക്ട്സിന്റെ പാർട്ടായിട്ട് വരുന്ന പ്രീ പ്രൊഡ്യൂസ്ഡ് ഐറ്റംസ്. ഇപ്പം ഓട്ടോമൊബൈൽസിന്റെ കാര്യത്തിൽ ടയർ ഉണ്ടാക്കത്തില്ലേ, കമ്പ്യൂട്ടേഴ്സിനുമായിട്ട് മൗസ് ഉണ്ടാക്കത്തില്ലേ, അതായത് മൗസ് ഒറ്റയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെ. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിന്റെ ഭാഗമാണ്. ഇനി എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്പർ ഓഫ് ബയേഴ്സ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഒത്തിരി ആളുകൾ പോയി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സുകൾ വാങ്ങിക്കാറില്ല. ദെൻ ചാനൽ ലെവൽസ്. ലിമിറ്റഡ് നമ്പർ ഓഫ് ബയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആർ മാർക്കറ്റഡ് ത്രൂ ഷോർട്ടർ ചാനൽസ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസിൽ കൂടെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് വിറ്റ് പോകുന്നത്. തേർഡ്, ജിയോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ. ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഹൈലി ജിയോഗ്രഫിക്കലി കോൺസെൻട്രേറ്റഡ് ആണ്. ചില സ്ഥലത്ത് ഇത്തരത്തിലുള്ള മാർക്കറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ദെൻ ഡിറൈവ്ഡ് ഡിമാൻഡ്. ഡിമാൻഡ് ഫോർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഡിമാൻഡ് ഓഫ് കൺസ്യൂമർ പ്രൊഡക്ട്സ്. കൺസ്യൂമർ പ്രൊഡക്ട്സിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിന്റെ ഡിമാൻഡ് കൂടുന്നത്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഡിമാൻഡ് ഫോർ ഷുഗർ കെയിൻ വിൽ ബി ഡിറൈവ്ഡ് ഫ്രം ഡിമാൻഡ് ഫോർ ഷുഗർ. ഷുഗർ നല്ല രീതിയിൽ ഡിമാൻഡ് വന്നാലേ ഷുഗർ കെയിനും നല്ല രീതിയിൽ ഡിമാൻഡ് ഉണ്ടാവത്തുള്ളൂ. ആ ഒരു ഫിലോസഫിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റോൾ ഓഫ് ടെക്നിക്കൽ കൺസിഡറേഷൻസ്. ടെക്നിക്കൽ ആസ്പെക്ട്സ് വളരെ ഇമ്പോർട്ടന്റും സിഗ്നിഫിക്കന്റുമാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിനെ സംബന്ധിച്ചിടത്തോളം. ദെൻ റെസിപ്രോക്കൽ ബൈയിങ്. Some companies may resort to reciprocal buying. For example, a company manufacturing vehicles buys tires from another company who in turn buy vehicles reciprocally. അതായത് റെസിപ്രോക്കൽ ബൈങ് എന്ന് പറഞ്ഞാൽ ചില കമ്പനീസ് വണ്ടി ഉണ്ടാക്കുന്ന ചില കമ്പനീസ് ടയർ ഉണ്ടാക്കുന്ന കമ്പനീസിന്റെ അടുത്ത് ടയർ വാങ്ങിക്കത്തില്ലേ, അതുപോലെ തിരിച്ചും പല രീതിയിൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കേണ്ടതായിട്ട് വരും. ദെൻ ലീസിംഗ് ഔട്ട്. ലീസിംഗ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് പർച്ചേസിംഗ് ഔട്ട് റൈറ്റ്, procuring a lease basis is the trend today because of heavy price of these products. ലീസിംഗ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാതെ പല രീതിയിൽ പതുക്കെ പണം കൊടുക്കുന്ന രീതിയിൽ ഹെവി പ്രൈസ് ആയതുകൊണ്ട് അത്തരത്തിൽ ലീസിംഗ് ഔട്ട് ഓപ്ഷൻസും കൂടെ അവിടെ കൊടുക്കാറുണ്ട്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് ബ്രാൻഡിങ് എന്നുള്ളത്. എന്താണ് ബ്രാൻഡിങ്? നിങ്ങൾ കേട്ടിട്ടില്ല, ഞാൻ ഈ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ്, ഈ ബ്രാൻഡഡ് സാധനമേ ഞാൻ ഉപയോഗിക്കൂ, ചില ആളുകൾ പറയാറുണ്ട്. ബ്രാൻഡിങ് എന്ന് പറയുമ്പം ഒരു പ്രോഡക്റ്റ് ഈ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ഒരു ജനറിക് നെയിമിൽ വിറ്റ് പോകുന്നതിനെയാണ് ബ്രാൻഡിങ് ചെയ്യുക എന്ന് പറയുന്നത്. ജനറിക് നെയിം റെഫേഴ്സ് ടു ദ നെയിം ഓഫ് ഓൾ ക്ലാസ് ഓഫ് ദി പ്രോഡക്റ്റ്. ബുക്ക്, ക്യാമറ, എന്ത് വേണമെങ്കിലും അതിന് നമുക്ക് ജനറലി ഒരു ബ്രാൻഡഡ് പേരിട്ട് വിളിക്കാം. If products are sold by generic names, it would be difficult to distinguish from rival products. ഒരു ബ്രാൻഡഡ് പേരല്ലാതെയാണ് സാധനം വിറ്റ് പോകുന്നതെങ്കിൽ അതിന്റെ കോമ്പറ്റീറ്റീവ്സിന്റെ പ്രോഡക്ട്സുമായിട്ട് അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും, ഇപ്പൊ ഡെറ്റോൾ ഒരു ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണ്, പക്ഷെ ഡെറ്റോൾ എന്നുള്ളത് ഒരു കമ്പനി നെയിമാണ്, അതൊരു ബ്രാൻഡാണ്. പക്ഷെ ഇന്നത്തെ ആളുകൾ
ക്ലീനിങ് ചെയ്യാനുള്ള ആ ഒരു ലിക്വിഡിനെ ഡെറ്റോൾ എന്ന് തന്നെയാണ് പറയുന്നത്. അതേപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഹെൻസ് മോസ്റ്റ് മാർക്കറ്റേഴ്സ് ബ്രാൻഡ് ദെയർ പ്രൊഡക്ട്സ്. ജനറൽ ആയിട്ടൊരു പേരിട്ട് വിളിക്കാതെ പല ആളുകളും അവർക്കൊരു ബ്രാൻഡ് നെയിം കൊണ്ടുവരാനായിട്ട് നോക്കും. ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ നെയിമോ സ്പെഷ്യൽ സിംബലോ കൊടുത്തുകൊണ്ട് അവരുടെ പ്രോഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. വേരിയസ് ഐറ്റംസ് ബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിൽ ഒന്നാണ് ബ്രാൻഡ്. ബ്രാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പേര്, ടേം, സിംബൽ, ഡിസൈൻ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഒരു കോമ്പിനേഷൻസിനെയാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാം കൊക്കക്കോള, ലൈഫ് ബോയ്, അതുപോലെ തന്നെ ഒരുപാട് ബ്രാൻഡ് നെയിമും ബ്രാൻഡ് മാർക്കും കമ്പോണൻസ് ആയിട്ട് ബ്രാൻഡിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. വാട്ട് ഈസ് ബ്രാൻഡ് നെയിം? ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ബ്രാൻഡിന്റെ ഒരു പാർട്ടാണ്, വോക്കലൈസ്ഡ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു പേരാണ്. ഇൻ അതർ വേർഡ്സ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് വെർബൽ കമ്പോണന്റ് ആണ് ഒരു ബ്രാൻഡിന്റെ. ഇപ്പൊ ഏഷ്യൻ പെയിന്റ്സ്, ബാറ്റ ഷൂ എന്നൊക്കെ പറയുന്നത്, MRF ടയർ എന്നൊക്കെ പറയുന്നത്, MRF ടയർ എന്നൊക്കെ പറയുന്നത് ബ്രാൻഡ് നെയിം ആണ്. ബ്രാൻഡ് മാർക്ക് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. ലൈക്ക് ഏഷ്യൻ പെയിന്റ്സിനൊക്കെ ഒരു സിമ്പിൾ ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു അല്ലെങ്കിൽ ഒരു അഡിഡാസിന്റെ ഒരു സിമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഒരു ടിക്ക് മാർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് എന്താണ്. അല്ലെങ്കിൽ നിങ്ങൾ കാർ ബെൻസിന്റെ സിമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതൊക്കെ ഒരു ബ്രാൻഡ് മാർക്കാണ്. സോ അതാണ് ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള രണ്ട് കമ്പോണൻസ്, ബ്രാൻഡ് നെയിമും ബ്രാൻഡ് മാർക്കും. നെക്സ്റ്റ് ആണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബ്രാൻഡ് നെയിമും ബ്രാൻഡ് മാർക്കും ലീഗലൈസ് ചെയ്യുന്നതിനെയാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ലീഗലൈസ് ചെയ്യാണ്. ട്രേഡ് മാർക്ക് ഒരു ലീഗൽ ടേം ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ മാനുഫാക്ചേഴ്സ് ലീഗൽ റൈറ്റ് to use the brand name or brand mark. നമുക്ക് വെറുതെ പോയി ഒരു ബ്രാൻഡ് നെയിമിന് എടുത്ത് മറ്റൊരു ബ്രാൻഡ് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അതിന് നമ്മൾ ലീഗലൈസ് ചെയ്യുന്നതിനാണ് ട്രേഡ് മാർക്ക് ചെയ്യാന്ന് പറയുന്നത്. ഒരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ട്രേഡ് മാർക്കായിട്ട് മാറും. therefore all ട്രേഡ് മാർക്സ് എന്ന് പറയുന്നത് ബ്രാൻഡ്സ് ആണ്. ബട്ട് എല്ലാ ബ്രാൻഡ്സും ട്രേഡ് മാർക്സ് അല്ല. പിടികിട്ടിയോ? എല്ലാ ബ്രാൻഡും ട്രേഡ് മാർക്ക് അല്ല. രജിസ്റ്റർ ചെയ്ത ബ്രാൻഡുകളാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അതായത് എല്ലാ ട്രേഡ് മാർക്കുകളും ബ്രാൻഡാണ്. ഇനി എന്തൊക്കെയാണ് മാർക്കറ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, ബ്രാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമേജ് അവരുടെ പ്രൊഡക്റ്റിന് കൊടുക്കുന്നുണ്ട്. ബ്രാൻഡിങ് നല്ല രീതിയിൽ അഡ്വർടൈസിങ്ങും പ്രൊമോഷനും ഒരു പ്രൊഡക്റ്റിന് നൽകുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ പോപ്പുലറൈസ് ചെയ്യാനും അത് മാർക്കറ്റിൽ അതിനെ വൈഡാക്കി കാണിക്കാനും സഹായിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാനും ബ്രാൻഡ് ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈസി ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, പുതിയ പ്രോഡക്റ്റ് ഈസി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സെയിൽസ് റിപ്പീറ്റഡ് ആയിട്ട് വരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡിങ് അവരുടെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ബ്രാൻഡിങ് എപ്പോഴും നല്ല രീതിയിലുള്ള ക്വാളിറ്റി, സ്റ്റാൻഡേർഡ് ഓഫ് പ്രോഡക്ട്സ് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു. ഷോപ്പിംഗ് കുറച്ചും കൂടെ ഈസി ആക്കി മാറ്റുന്നു. ബ്രാൻഡഡ് പ്രൊഡക്ട്സ് എപ്പോഴും യൂണിഫോം പ്രൈസിൽ വിറ്റ് പോകുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നു. കസ്റ്റമേഴ്സിന് അപ്പോൾ എളുപ്പമാണ്, ഒരു ഇന്ന പ്രൈസിലായിരിക്കും അത് കിട്ടുന്നതെന്ന് അവർക്ക് നേരത്തെ അവെയർ ആണ്. യൂസ് ഓഫ് ബ്രാൻഡഡ് പ്രൊഡക്ട്സ് എപ്പോഴും സൈക്കോളജിക്കലി അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും. എപ്പോഴും മനസ്സിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ബ്രാൻഡഡ് ആണ്, അപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പവർ ഉണ്ട് എന്നുള്ള ഒരു സ്വയം സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇനി എന്താണ് ഒരു ഗുഡ് ബ്രാൻഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു ഗുഡ് ബ്രാൻഡിന്റെ എസെൻഷ്യൽസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ബ്രാൻഡ് എപ്പോഴും ഷുഡ് സജസ്റ്റ് സംതിങ് അബൌട്ട് ദ പ്രോഡക്റ്റ് പർപ്പസ്, ക്വാളിറ്റി, ബെനിഫിറ്റ്സ്. എപ്പോഴും ഒരു ബ്രാൻഡ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ പർപ്പസും ക്വാളിറ്റിയും ബെനിഫിറ്റ്സും വിസിബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ബ്രാൻഡ് നെയിം എപ്പോഴും ബ്രീഫും സിമ്പിളും ആയിരിക്കണം. നമുക്ക് ഈസി ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാനും സ്പെൽ ചെയ്യാനും ഓർത്തെടുക്കാനും പറ്റുന്നു. ഇപ്പൊ അമൂൽ പോലുള്ള പേരൊക്കെ നമുക്ക് എത്ര പെട്ടെന്നാണ് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. പ്ലീസിങ് ആയിരിക്കണം, കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാതിൽ അത് പ്ലീസിങ് ആയിരിക്കണം. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാനും ലീഗൽ പ്രൊട്ടക്ഷൻ ചെയ്യാനും കേപ്പബിൾ ആയിട്ടുള്ളതായിരിക്കണം. അതുപോലെ മാത്രമല്ല ഇത് പെർമനന്റ് ഇൻ നേച്ചർ ആയിരിക്കണം. അതേപോലെ തന്നെ ഡിസ്റ്റിങ്റ്റീവ് ആയിരിക്കണം, യുണീക്ക് ആയിരിക്കണം. ഒരു നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പേരായിരിക്കണം അതിന് കൊടുക്കണം. സോ ഇത്രയുമാണ് ഇതിന്റെ ബ്രാൻഡിങ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്.